ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രൂട്ട് ബെറിയപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഓട്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടാതെ ഞാൻ കുറച്ച് കോൺഫ്ലെക്സും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലെക്സോ അല്ലെങ്കിൽ ഓട്സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രണ്ടും ഇഷ്ടമാണെങ്കിൽ രണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടും എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാഷ്യൂ നട്ട്സും ആൽമണ്ടും കൂടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതും, പിന്നെ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതും കൂടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് ആപ്പിള് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും ഗ്രേപ്സ് കട്ട് ചെയ്തതും കൂടിയാണ് കേട്ടോ ഇത്. അതും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 3 ഫ്ലേവറിലുള്ള യോഗട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മാംഗോൻ്റെ എടുത്തിട്ടുണ്ട്, ബ്ലൂബെറിയുടെ എടുത്തിട്ടുണ്ട്, സ്ട്രോബെറിയുടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലേവേർഡ് യോഗട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും. പിന്നെ ഇതിലേക്ക് ഐസ്ക്രീമാണ് ആവശ്യമുള്ളത്. ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീം നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഹോം മെയ്ഡ് മാംഗോ ഐസ്ക്രീമാണ് കേട്ടോ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേണമെങ്കിലും റോൾ ചെയ്തിട്ട് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഞാൻ ഫസ്റ്റ് റോസ്റ്റ് ചെയ്ത് ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇടുന്നതിന് പ്രത്യേക അളവുകളൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ കുറച്ച് കോൺഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് മാംഗോ ഫ്ലേവേർഡ് യോഗട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബ്ലൂബെറി യോഗട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ കളറൊന്നും ക്ലിയർ ആയിട്ട് കാണാത്തത്. ഇതിന് മുകളിലായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് സ്ട്രോബെറി യോഗട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്ന ഐസ്ക്രീമാണ് കേട്ടോ, അതുകൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐസ്ക്രീം ഇഷ്ടമാണെങ്കിൽ ഇതിന് ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലെക്സും കൂടി ഇടുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ടൊരു ഭംഗിക്ക് ഗ്രേപ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബെറിയപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ഈ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലേറ്റ് കമഴ്ത്തി വെക്കണം, ടൈറ്റായിട്ട് തന്നെ വെക്കണം. അതിനുശേഷം ദാ ഇതുപോലെ ഒന്ന് മറിച്ച് നമുക്ക് ഗ്ലാസ് പതിയെ ഒന്ന് കൊട്ടിയിട്ട് എടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ താഴേക്ക് വീഴും. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ബെറിയപ്പ് ചെയ്യുമല്ലോ, അപ്പോൾ എല്ലാവരും കൂടി മിക്സായിട്ട് താഴേക്ക് വീഴുന്ന ആ ഒരു ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. അതുപോലെ തന്നെ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ, ബൈ.